ഹായ്, എല്ലാവർക്കും മണിക്കുട്ടീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോഴ് ഞാനുള്ളത് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാട്ടോ. പക്ഷേ ഗുരുവായൂരൊക്കെ തൊഴുതിട്ട് വന്നപ്പോഴേക്കും ഇവിടുത്തെ നട അടച്ചു. അപ്പോഴത്തേക്കും ഒരു 12 മണി കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നടയൊക്കെ അടച്ചു. അപ്പം നമുക്കെല്ലാം അറിയാം, തൃശ്ശൂർ പൂരം നടക്കുന്നത് ഈ തേക്കിൻകാട് മൈതാനത്തിലാണ്. പിന്നെ കുടമാറ്റ്, ഇതെല്ലാം നമുക്കറിയാം. ഒരുപാട് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുടെ നാടാണ് തൃശ്ശൂരെന്ന് പറഞ്ഞാൽ. ഈ ഒരു മൈതാനം എന്ന് പറഞ്ഞാൽ ലക്ഷം ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു. ഒരുപാട് ഗജവീരന്മാരും എല്ലാം അണിനിരക്കുന്ന ഒരു സ്ഥലമായത്. തൃശ്ശൂർ പൂരം നമുക്കറിയാമല്ലോ, ഇവിടുത്തെ വെടിക്കെട്ടുമൊക്കെ പ്രസിദ്ധമല്ലേ. പക്ഷേ ഇവിടെ തൊഴണമെങ്കിൽ ഏതാണ്ട് 12 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ നട അടയ്ക്കും. പിന്നെ ഒരു 5 മണി കഴിഞ്ഞിട്ടേ നട തുറക്കത്തുള്ളൂ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് നടന്ന് കണ്ടു കേട്ടോ. ഞാൻ മുമ്പൊരിക്കൽ പോയിട്ടുണ്ട്, കയറി തൊഴുതിട്ടുമുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ടൈം കഴിഞ്ഞ് പോയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തൊഴാനൊന്നും പറ്റത്തില്ലല്ലോ. തന്നെയുമല്ല, അടച്ചിട്ട് കിടക്കുന്ന നടയിൽ നമ്മൾ തൊഴാൻ പാടില്ല എന്നൊരു കാര്യവും കൂടിയുണ്ട്. ഞങ്ങൾ കുറേ സമയം അവിടെ ചെലവഴിച്ചു. അവിടെ ഒക്കെ കണ്ടു. തൃശ്ശൂർ പൂരത്തിന് ഇവിടെ എങ്ങും നമുക്ക് അടുക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ ജനങ്ങളാണ്, ലക്ഷം ജനങ്ങളാണ് ഇവിടെ വരുന്നത് തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അകത്തുനിന്ന് ആള് പോകാനാ അവർ കയറുക. അവർ അതിൻ്റെ അകത്തെ ജോലിക്ക് പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ ആല് കണ്ടില്ലേ, ഭഗവാന്റെ നടയിലെ ആല്. അപ്പോൾ ഇത് നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു.